നിഹാരിക, നിന്റെ ടെൻഷൻ ആ വാതിൽ വന്ന് നിപ്പുണ്ട്, നോക്ക്. ശത്രുവിനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ ഇരിക്കും. വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കിയതല്ലേ, പിന്നെ വന്ന എന്തിനാ? എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നാലെന്താ? അമ്മയുടെ മുമ്പിൽ ഇതുപോലെ സംസാരിച്ചോ? ഇനി കരണത്തടിച്ചായിരിക്കും പുറത്താക്കുന്നത്. നീതിക്ക് വേണ്ടി വന്നതാ. എന്ത് നേരിടാൻ ഞാൻ തയ്യാറാ. തീരുമാനിച്ചുറപ്പിച്ചു വന്നതാ. എന്റെ ഈ പോരാട്ടത്തിന് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞ് കളിയാക്കിയാലും പ്രശ്നമില്ല. പറയുന്നതിൽ ലോജിക്കൊക്കെ ഉണ്ട്. ചില മാജിക് ഒക്കെ കാണിച്ച് ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ട്. ഞാൻ ലോജിക്ക് വെച്ച് സംസാരിച്ചാൽ എന്താ തെറ്റ്? നിനക്കാരോ നല്ല ധൈര്യം തരുന്നുണ്ട്, അതാ നീ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നേ. ഇല്ലെങ്കി എന്റെ അമ്മ പുറത്താക്കിയതിന് ശേഷം നീ ഇങ്ങോട്ട് വരില്ലല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? ഞാനാ വാമോളെ. ചേച്ചി, ആരാ ഇയാള്? മുരളിച്ചേട്ടൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, അയാളാ ഇയാള്. നിന്നെ കൊണ്ടും നിന്റെ ചേച്ചിയെ കൊണ്ടും പറ്റാത്തോണ്ട് ചേട്ടനല്ലാത്ത ചേട്ടനെ കൊണ്ട് വന്നതാണോ അവനീ? നീ ആരെയൊക്കെ കൂടെ കൊണ്ടുവന്നാലും കല്യാണം മുടക്കാൻ കഴിയില്ല. നിഹാരിക എന്നാണ് നീയാണോ? യെസ്, ശ്രീകരേട്ടന്റെ ഭാര്യയാകാൻ പോകുന്നവളാ. നിന്നോടൊക്കെ ഞാൻ പിന്നെ സംസാരിക്കാം. ആദ്യം എനിക്ക് അച്ഛനോടും അമ്മയോടും സംസാരിക്കണം. ആന്റി, അങ്കിൾ, ഡാ ശ്രീകർ, ഒന്ന് വേഗം പുറത്തേക്ക് വാ. നീ ആരോട് സംസാരിച്ചാലും മറുപടി ഒന്ന് മാത്രമായിരിക്കും. ചോദിക്കുന്ന ആളെ അനുസരിച്ച് ഉത്തരങ്ങളും മാറും. നീ കണ്ടോ? നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത്? സത്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ആ സത്യം എന്താണെന്നാൽ അതറിയുന്ന ആള് നേരിട്ട് പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കുന്ന കരുതി വന്നതാ ഞാൻ. അവന് ചെയ്ത ചതി എന്താണെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ? അല്ലെങ്കിൽ അവള് പറഞ്ഞത് വിശ്വസിച്ചിട്ട് വന്നതോ? വന്നത് മറ്റാരുമല്ല ശ്രീകർ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് മുരളി. ഒരുപാട് തവണ ഈ പേര് കേട്ടിട്ടുണ്ട്. മുരളി എന്ന് പറയുന്നത് ഇയാളായിരുന്നോ? നീ എന്നെ തിരിച്ചറിയാത്തത് കൊണ്ടാ ഇത്രയും കൂളായിട്ട് നിൽക്കുന്നത്. പക്ഷെ നിനക്ക് ഓർമ്മ നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നീ ഒരിക്കലും മിണ്ടാ നിൽക്കില്ലായിരുന്നു ശ്രീകർ. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണെന്നോ? അവനോട് നീ ഇത്രയും അനീതി കാണിച്ചതിന് ഞാൻ നിന്നൊരു പാഠം പഠിപ്പിച്ചേനെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ ആവനിയെ ഞങ്ങളെയൊക്കെ വഞ്ചിച്ചത്? വഞ്ചന കാണിച്ചത് ആവണിയല്ലടാ, ഫൂൾ. സത്യങ്ങളൊന്നും നേരത്തെ പറയാതെ ഒരു പെൺകുട്ടിയായിട്ട് ഇത്രയും കഷ്ടപ്പെടുത്തിയത് നീ മാത്രമാ. അന്ന് എന്റെ അനീതി തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇവളുടെ ജാതകത്തെക്കുറിച്ച് നിന്റെ അച്ഛനും അമ്മയും അറിഞ്ഞ അതേ ദിവസം തന്നെ നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞേനെ. നീ ശരിക്കും എന്തൊക്കെയാ പറയുന്നേ? നിന്നോടിപ്പോ എത്രയൊക്കെ സംസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ആന്റി, അങ്കിൾ, സംഭവിച്ചതിനെല്ലാം ആദ്യം ഞാൻ നിങ്ങളോട് സോറി പറയുകയാണ്. സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ശ്രീകർ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത്. ഞങ്ങൾക്ക് ഒരു സത്യവും മറച്ചു വെക്കാനായിട്ടില്ല. അവന് നടന്നതെല്ലാം പറഞ്ഞില്ലേ? ഇവള് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തില് ചെന്നൈ വെച്ച് ഇവരുടെ കല്യാണം കഴിഞ്ഞുള്ള കാര്യം സത്യം. അവനെ കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഒരാവശ്യവുമില്ല.
ആവനിയുടെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യവും ഇല്ല. നിങ്ങളുടെ മകൻ കഴിഞ്ഞതെല്ലാം മറന്നുവെന്ന് കരുതി മുമ്പ് സംഭവിച്ച കാര്യങ്ങളെല്ലാം കള്ളമാകണമെന്നില്ല. ഒരു പെണ്ണും കഴുത്തിലെ താലി വെറുതെ എടുത്ത് അണിയില്ലല്ലോ. പ്രോപ്പറായ ഒരു ബന്ധവും ഇല്ലാതെ ഒരു പെണ്ണും വാദിക്കാൻ നിൽക്കാറില്ല. അവരുടെ നന്മയൊന്നുകൊണ്ട് സ്റ്റേഷനിൽ പോയാൽ കംപ്ലൈന്റ് കൊടുത്തില്ല. മഹിളാ സംഘടനകളെ ആശ്രയിച്ചില്ല. ഇവളുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നീയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ മുരളി, ഭീഷണിയാണോ? നിങ്ങൾ ആവനിയെ മരുമകളായി അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ആദ്യം താലി കെട്ടിയ പെണ്ണാണ് ഭാര്യയാവുന്നത്. ആ കല്യാണത്തിനെ വിലയുള്ളൂ. അവളോട് അനീതി കാണിച്ച് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചാൽ അത് തെറ്റ് തന്നെയാണ്. ഈ നിഹാരിക ജയിലിൽ പോയി കിടക്കും. ഈ നിഹാരിക കാരണം കുടുംബത്തിന്റെ അഭിമാനം അങ്ങാടി ചർച്ചയാകും. എന്താ നിങ്ങളീ പറയുന്നേ? നിങ്ങളുടെ ആവനെ അത്രയ്ക്ക് നല്ലവളായിരുന്നെങ്കിൽ ഞാൻ ശ്രീകരേട്ടനെ പ്രേമിച്ച ദിവസം തന്നെ താലി പുറത്ത് കാണിക്കുമായിരുന്നല്ലോ. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ ഈ വീട്ടിൽ കാല് വെച്ച ദിവസം തന്നെ ഇവൾക്ക് ഇതൊക്കെ പറയായിരുന്നല്ലോ. ഇവൾ ഇവരുടെ അനന്തരവളാണെന്നുള്ള സത്യം എപ്പോ പുറത്തു വന്നോ അന്ന് തൊട്ട് ഇവിടുത്തെ മരുമകളാകാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരു പെണ്ണിന് വേണ്ടിയാ നിങ്ങൾ സംസാരിക്കാൻ വന്നേ. നീ പറഞ്ഞ ഓരോ സിറ്റുവേഷനിലും ആവനി വേദവതി അമ്മയുടെ പ്രാണനെ കുറിച്ച് ചിന്തിച്ചത്. അതല്ലെങ്കിൽ ആവനി അറിഞ്ഞൊന്ന് ചവിട്ടിയാ നീ തീർന്നു പോയനെ. എന്റെ മരുമകളാകാൻ പോകുന്നവളോട് ഒരക്ഷരം നീ പറഞ്ഞത് നന്നായിരിക്കില്ല മുരളി. കല്യാണം കഴിഞ്ഞതിന് യാതൊരുവിധ തെളിവുകളും ഇല്ലാതെ നീ എത്ര നേരം വാദിച്ചാലും അതിന് ഒരു ഫലം ഉണ്ടാവില്ല. തെളിവ് കാണിച്ചാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കാതെ പിന്നെ വിശ്വസിക്കാം. അപ്പൊ മരുമകളായിട്ട് അംഗീകരിക്കോ? ആ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. ഞാൻ കാണിച്ച തെളിവുകൾ വെച്ച് നിങ്ങൾക്ക് ആവനിയെ വിശ്വസിക്കാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇവൻ എന്തും പിടിച്ചാ വന്നത്? നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ കാണിക്ക്. തെളിവുമില്ല, ഇവർക്കൊന്നും വെളിവുമില്ല. എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വെച്ച് പറഞ്ഞേ ഉള്ളൂ. പൂച്ചയെ കാണിച്ച് പുലി പുലി എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ നീ തെളിവുണ്ട് തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ പേടിക്കാനായിട്ട് ഞങ്ങൾ കൊച്ചുകുട്ടികളൊന്നും അല്ല. പുറത്തുനിന്ന് ആരോ ഒരാളെ കൊണ്ടുവന്ന് ബ്ലാക്ക്മെയിൽ ചെയ്താ അവളുടെ കാലില് വീഴുമെന്ന് ചിലപ്പോ കരുതുന്നുണ്ടാവും. അതൊന്നും നടക്കില്ല. നിങ്ങളൊന്ന് നിർത്ത്. അവന്റെ കയ്യിൽ എന്തോ തെളിവുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെന്താണെന്ന് കാണിക്ക. ഇതാണ് ആ തെളിവ്. ഇത് അംഗീകരിക്കാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇനി ഇതാ മാരേജ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഏതോ വെള്ള പേപ്പറും കൊണ്ടുവന്നിട്ട് അതാത്രേ തെളിവ്. ഈ പേപ്പറിൽ എന്താണെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ആവനിയുടെയും ശ്രീകറിന്റെയും മാരേജ് സർട്ടിഫിക്കറ്റ്.
എന്നെങ്കിലും ഒരിക്കൽ ആവനിക്ക് എന്തെങ്കിലും അനീതി ഉണ്ടാവുമെന്ന് നേരത്തെ അറിഞ്ഞ ശ്രീകർ ചെന്നൈ സ്റ്റേഷനിൽ നിന്ന് വരുത്തിച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ച ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റാണ്. സത്യമാണച്ചാ. ഇതിവളുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെ അമ്മേ, ഞാൻ ആവനിയെ കല്യാണം കഴിച്ചതായിട്ടാ ഇതില് പറയുന്നേ. അപ്പോ ഞാൻ അവളെ സത്യമായിട്ട് കല്യാണം കഴിച്ചിരുന്നോ? കല്യാണത്തിന് അങ്ങനെ സത്യങ്ങളും കള്ളങ്ങളും ഒന്നും ഉണ്ടാവില്ല ശ്രീകർ. അവരുടെ കയ്യിലെത്തിയല്ലോ. അപ്പൊ ഞാൻ പ്രശ്നത്തിൽ പെട്ടെന്ന് ഉറപ്പായി. ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതെന്താ ചേട്ടാ ഇതില് പറഞ്ഞിരിക്കുന്ന രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞുന്നാ? അതെ വേദ. അതൊന്ന് ഇങ്ങോട്ട് തന്നെ അമ്മേ. കല്യാണം കഴിഞ്ഞത് നമ്മൾ കള്ളമാണെന്ന് കരുതി. അവളീ പറഞ്ഞത് സത്യമാണോ? ഇതൊന്നും സത്യമാണോന്ന് എനിക്ക് അറിയില്ല. ഞാൻ ശരിക്കും നിന്നെ കല്യാണം കഴിച്ചോ? വേദവതി അമ്മേ, ഇപ്പൊ എന്ത് പറയുന്നു? ശ്രീകർ, എന്തൊക്കെയാണ് ഇത്? ഇപ്പൊ നീ ഒരുപക്ഷെ ഓർമ്മ നഷ്ടപ്പെട്ട ഒരുത്തനായിരിക്കാം. പക്ഷെ അപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അവനെ നീ എങ്ങനെ കല്യാണം കഴിച്ചേ? നമ്മുടെ വീടിന് ആവശ്യമുള്ള ജാതകല്ല അവനിയുടേതെന്ന് നിനക്കറിയാലോ. പിന്നെ നീ എങ്ങനെ കല്യാണം കഴിച്ചു? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ. നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ള ജാതകമില്ലാത്ത നമ്മുടെ അനന്തരവളെ ശ്രീഹർ കല്യാണം കഴിച്ചു. ഇനി ആ ഗ്രാമത്തിലുള്ളവരോട് നമ്മൾ എന്ത് മറുപടി പറയും? നമ്മുടെ വംശാചാരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? തീരുമാനമായി, എല്ലാ കാര്യത്തിലും തീരുമാനമായി. വേദവതി അമ്മയുടെ കുടുംബത്തിന്റെ പേര്, അന്തസ്, മഹിമ എല്ലാം തീരുമാനമായി. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ അമ്മേ? ഇനി 2 ദിവസം കഴിഞ്ഞാ നിഹാരികയായിട്ടുള്ള കല്യാണം നടക്കാനുള്ളതാ. ഇനി നിഹാരികയുടെ അവസ്ഥ എന്താകും? നിഹാരിക ഒരുപാട് പ്രതീക്ഷയോടെയാ നമ്മുടെ വീട്ടിൽ കാലെടുത്ത് വെച്ച്. ഇനിയിപ്പൊ താലി കഴുത്തിലുള്ളവളോട് നീതി കാണിക്കുവോ അതോ താലി കെട്ടാൻ പോകുന്നവളോട് നീതി കാണിക്കുവോ? ഇവരിൽ ആരാ നിങ്ങളുടെ മരുമകള്? ആരെയാ മരുമകളായിട്ട് അംഗീകരിക്കാൻ പോകുന്നതെന്ന് പറയമ്മേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഇതെല്ലാം ശ്രീകറിന്റെ തെറ്റായിട്ടാ തോന്നുന്നേ. ശ്രീകരാ നമ്മളെല്ലാം വഞ്ചിച്ചത്. ഇല്ലെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം ഇവൻ നമ്മളോട് നേരത്തെ പറയുമായിരുന്നു. ഇവനെന്തെങ്കിലും പറയാന്ന് വെച്ചാ ഇവനൊന്നും ഓർമ്മയില്ല. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? ആവനിയെ മരുമകളായി അംഗീകരിക്കുകയല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ചോയ്സ് ഇല്ല വേദവതിയമ്മേ. നിഹാരികയ്ക്ക് എന്തോ അനീതിയൊക്കെ ഉണ്ടായതുപോലെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ തെളിവ് കാണിച്ചു തന്നിട്ടും നിങ്ങൾ ആരെങ്കിലും അതിനെതിരായിട്ട് പോയാ എനിക്കൊരു ചുവട് കൂടി മുമ്പോട്ട് വെക്കേണ്ടി വരും. ജാതകം ചേരാതെ പോയത് ഇവളുടെ തെറ്റൊന്നുമല്ല. എന്തുകൊണ്ടെന്നാ, ശ്രീകർ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോ ജാതകത്തിന്റെ കാര്യം പാവകൾക്കറിയില്ല. അറിയുമായിരുന്നെങ്കിൽ അവൻ ഇതിന് സമ്മതിക്കായിരുന്നില്ല. ഇതിൽ അവനിയുടെ സ്വാർത്ഥതയായിട്ടൊന്നുമില്ല. ദയവ് ചെയ്ത്
ഇപ്പോഴെങ്കിലും ആവനെ നിങ്ങൾ മനസ്സിലാക്കണം. മോളെ നിഹാരിക, ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ പരിഹാരം കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വിധികളും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ പക്ഷെ എനിക്ക് എന്താ ചെയ്യാന്ന് പോലും അറിയില്ല. ജാതകം ചേരുന്നതും ജാതകം ചേരാതിരിക്കുന്നതെല്ലാം പിന്നീടുള്ള കാര്യം. അവനി പക്ഷേ ശ്രീകരെ താലി കെട്ടിയ പെണ്ണാണ്. ആദ്യം ഇവൻ താലി കെട്ടിയ പെൺകുട്ടി ആരാണോ അവളുടെ ഭർത്താവായി മാറുന്നതാണ് ന്യായം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് തീരുമാനമെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ അമ്മേ. ശ്രീകർ ആവനിയുടേതാണെന്ന്. അതെ അളിയ, അമ്മ ഇൻഡയറക്റ്റ് ആയിട്ട് തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത് മോളെ? ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണോ അമ്മേ? ഈ നിഹാരിക പഠിച്ച കള്ളിയാ. അകത്ത് പോയിട്ടുണ്ടെങ്കിൽ ആവനിക്കൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടി എന്തോ ഒന്ന് കൊണ്ടുവരാൻ പോയതാവും. അമ്മേ, എന്നെയും ഏട്ടനെയും വേർപെടുത്തരുത്. ഓർമ്മ തിരിച്ചു കിട്ടിയതിന് ശേഷം ഏട്ടൻ തീർച്ചയായിട്ടും എന്നെ കല്യാണം കഴിച്ച കാര്യം ഇവിടെ പറയും. ഇവരെ എങ്ങാനും ഇനി വേർപെടുത്താൻ ശ്രമിച്ചാൽ അതിന്റെ റിസ്ക് എല്ലാരും അനുഭവിക്കണം. എന്ത് കാണുമെന്നാ? ഇത് കണ്ടില്ലേ അമ്മേ? അല്ല, അച്ഛനും അമ്മയും എന്തിനാ ഇങ്ങനെ ഷോക്കായേ? അതിലെന്താ ഉള്ളേ? ഇതെന്ത് ട്വിസ്റ്റാ? ഇത് പ്രകാരം ശ്രീകറിന്റെയും നിഹാരികയുടെയും കല്യാണം കഴിഞ്ഞതുപോലെയല്ലേ? അങ്ങനെയാണല്ലോ. ഓ, ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നിങ്ങളുടെ കല്യാണം അതിന് എപ്പോഴാ കഴിഞ്ഞത്? ഇത് കള്ളമാണ്. അപ്പോ നിങ്ങൾ കൊണ്ടുവന്ന സത്യാണോ? അമ്മേ, ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വിശ്വസിക്കരുത്. ഇത് ചതിയാണ്. ഇവരെ ചതിച്ചതും ഇപ്പൊ ചതി കാണിക്കുന്നത് നീ തന്നെ ആവനി. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതുപോലെ ഈ സർട്ടിഫിക്കറ്റ് എവിടുന്ന് വന്നു? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ സർട്ടിഫിക്കറ്റ് എങ്ങനെ വന്നു? പണം എറിഞ്ഞു കൊടുത്താ ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകള് ആയിരക്കണക്കിന് റെഡിയാക്കി തരുന്ന കാലം ഇതച്ചാ. പാസ്പോർട്ടുകള്, ലൈസൻസ്, ID കാർഡ്സ്, അത് മാത്രമല്ല എന്താണെങ്കിലും മാർക്കറ്റിൽ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടില്ലേ അച്ഛാ? ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല. അപ്പോ അവനി ഇത് അങ്ങനെ ഉണ്ടാക്കിയതാണോ? അത് പറയാനുണ്ടോ? അവൾക്കതിന്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി ഒക്കെ ചെയ്യാലോ. എടാ ശ്രീകർ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇതെല്ലാം പുറത്തു വന്നിട്ടും അവന് നിന്റെ ഭാര്യ എന്നുള്ള കാര്യം നിന്റെ ഓർമ്മയിൽ പോലും ഇല്ലേ? നന്നായിട്ട് നോർത്തു നോക്കടാ. ഇപ്പൊ അവനുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല.
ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടില്ല. അവനെ എന്നെങ്കിലും ഒരിക്കല് ഇതുപോലൊരവസ്ഥയിലേക്ക് തരം താഴുമെന്നും ഞാൻ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നമ്മേ. അതുകൊണ്ടാ ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിരുന്നത്. അവനി നമ്മളെ എല്ലാവരെയും വഞ്ചിക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങളാ നടത്തുന്നതെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. വഞ്ചിക്കുന്നത് നിഹാരിയാണ് വേദവതിയമ്മേ.